സിനിമയും റിലീസാകുമ്പോഴും അതിലൂടെ നായകന്മാരും നായികമാരുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടാറുണ്ട്. അത്തരത്തിൽ ചിലപ്പോഴൊക്കെ ചില വാഹനങ്ങളും ഇടം പിടിക്കാറുണ്ട്. ഇത് കാഴ്ചക്കാരനെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ഘടകമാണ്. പ്രത്യേകിച്ച് വാഹനപ്രേമികളാണെങ്കിൽ പറയേണ്ട. കാരണം സിനിമയിലെ നടനേക്കാളും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നത് വാഹനങ്ങളാകും. അതെ, അത്തരത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ച, നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത കുറച്ച് വണ്ടികളിലൂടെയും ആ സിനിമയുമായി അവരുടെ റോളുകളുടെയും ഒരു യാത്ര നടത്തിയാലോ? ഇത് കുറച്ച് സിനിമകളുടെ വാഹനങ്ങളുടെ കഥകൾ മാത്രമാണ് പറയുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നാണ് മോഹൻലാൽ ചിത്രം തുടരും. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടിക്ക് മുകളിലാണ് അതിവേഗം ഈ ചിത്രം എത്തിയത്. കേരളത്തിൽ നിന്നു മാത്രം ഈ തരുൺമൂർത്തി ചിത്രം സ്വന്തമാക്കിയത് 100 കോടിയിലധികമാണ്. ഇപ്പോൾ നിലവിലെ മലയാളത്തിലെ സകല റെക്കോർഡും തകർത്ത് മുന്നേറുകയാണ് ചിത്രം. തുടരും ഏപ്രിൽ 25-നാണ് തിയേറ്ററുകളിലെത്തിയത്. സിനിമയിൽ ലാലേട്ടൻ കൂടുതലും കാണുന്നത് അംബാസിഡർ മാർക്ക് 1-ലാണ്. KL03L4455 എന്ന ബ്ലാക്ക് അംബാസിഡർ. ഇതിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഷൺമുഖം കുതിച്ചു പായുന്നത്. ചിത്രത്തിൽ അംബാസിഡറിന്റെ പവർ എന്താണെന്ന് സംവിധായകൻ തരുൺമൂർത്തി പ്രേക്ഷകന് കാണിച്ചു തരുന്നുണ്ട്. അതായത് തുടരും ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെ സിനിമയ്ക്കൊപ്പവും പ്രേക്ഷകരിനൊപ്പവും അംബാസിഡർ മാർക്ക് 1 ചീറിപ്പായുന്നുണ്ട്. കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം. വൻ ഹിറ്റായി മാറിയ ചിത്രം കൂടിയാണിത്. മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റഡ് ചിത്രമാണിത്. കണ്ണൂർ സ്ക്വാഡ് 2023-ലാണ് തിയേറ്ററുകളിലെത്തിയത്. ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ തിരഞ്ഞ് ഇന്ത്യയൊട്ടാകെ നടത്തുന്ന പോലീസിന്റെ അന്വേഷണ രീതിയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ ഹിറ്റായ ഒന്നുകൂടി ഇതിലുണ്ട്. അതെ, ഈ സ്ക്വാഡിലെ 5ാമത്തെ അംഗം. ചിത്രത്തിൽ കള്ളന്മാരെ പിടികൂടാൻ മമ്മൂട്ടിയും സഹനടന്മാരും ഉപയോഗിക്കുന്ന ടാറ്റ സുമോ എന്ന താരം. മമ്മൂട്ടിയുടെ കഥാപാത്രമായ ജോർജിന് ഈ ടാറ്റ സുമയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. നമ്മുടെ ഈ വണ്ടിയും ഒരു പോലീസാണ് എന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം ചിത്രത്തിൽ പറയുന്നതും സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒന്നാണ്. ചിത്രത്തിന്റെ അവസാനം കാട്ടിൽ ആ ടാറ്റ സുമോ തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ സിനിമ കണ്ടു തീർക്കുന്ന പ്രേക്ഷകന്റെ ഉള്ളിലും ഒരു വിങ്ങൽ ബാക്കിയാക്കി നിൽക്കും. അത്രമേൽ സിനിമയിൽ ആ വാഹനം ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വാഹന കമ്പക്കാരൻ കൂടിയായ മമ്മൂട്ടി ഈ വണ്ടി സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തു വന്നതോടെ സുമോയും പിന്നെ വൻ ഹിറ്റായി മാറി. ഇനി പറയുന്നത് മറ്റൊരു സിനിമയെക്കുറിച്ചാണ്, അതായത് മാർക്കോ. ബോക്സ് ഓഫീസ് കളക്ഷനെല്ലാം തകർത്തുകൊണ്ടാണ് എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ഉണ്ണി മുകുന്ദന്റെ ചിത്രമാണ് മാർക്കോ. ചോരക്കളിയും വെട്ടും കുത്തുമായി എത്തിയ മാർക്കോ 100 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. സിനിമ കണ്ട എല്ലാവർക്കും ചിത്രത്തിലെ വയലൻസും അടിപിടിയും ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ താരങ്ങളുടെ പ്രകടനത്തിനൊപ്പം സിനിമയിലെ വാഹനങ്ങളുടെ വമ്പൻ നിരയും ഇഷ്ടപ്പെട്ടു. നായകനും വില്ലനും എല്ലാം വരുന്നതും പോകുന്നതും ലാൻഡ് റോവർ, ഡിഫൻഡർ, മെർസിഡീസ് ബെൻസ്, ജി വാഗൻ എന്നീ ആഡംബര വാഹനങ്ങളിലാണ്. ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 14 ഡിഫൻഡറാണ്. ഡിഫൻഡർ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ ഓഫ് റോഡർ SUV-കളിൽ ഒന്നുകൂടിയാണ് മാർക്കോ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് കുറച്ച് പഴയ കാലഘട്ടത്തിലേക്കാണ്. സ്ഫടികം. വെള്ളിത്തിരയിൽ പലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവതകളിൽ ഒന്നാണ് സ്ഫടികം എന്ന മോഹൻലാൽ ചിത്രം. സംവിധായകൻ ഭദ്രന്റെ സിനിമാ ജീവിതത്തിലെ മാസ്റ്റർ ക്രാഫ്റ്റ് തന്നെയാണ് ആടുതോമയുടെ ജീവിതം. മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന, പോലീസുകാരെ മുണ്ടുപറിച്ചടിക്കുന്ന ആ സുന്ദരനായ ആടുതോമയെ ആരും അത്ര പെട്ടെന്നങ്ങ് മറക്കില്ല. മാത്രമല്ല, ചിത്രത്തിലെ ചെകുത്താൻ ലോറിയും ഇക്കൂട്ടത്തിൽ ഒരിക്കലും മലയാളികൾ മറക്കുന്ന ഒന്നല്ല. അതിനാൽ തന്നെ മോഹൻലാലിന്റെ ഷിക്കാറിലും പുലിമുരുകലിലും ഇതേ മോഡൽ ലോറികൾ വീണ്ടും അഭിനയിച്ചു. മൂലംകൊഴിയിൽ സഹദേവനും കൂട്ടരെയും ആരും അങ്ങ് മറക്കാൻ ഒട്ടും സാധ്യതയില്ല. ഇന്നും പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് CID മൂസ. ദിലീപ് നായകനായി എത്തിയ ഈ ചിത്രത്തിൽ ചിരിക്കാൻ ഒട്ടേറെ സീനുകളുമുണ്ട്. ചിത്രത്തിൽ ദിലീപും അർജുൻ എന്ന നായയും പിന്നെ ജഗതിയും, കൊച്ചിൻ അനീഫ, ഒടുവിലുണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, സുകുമാരി, ബിന്ദു പണിക്കർ, മുരളി, ക്യാപ്റ്റൻ രാജു, ഇന്ദ്രൻസ് തുടങ്ങിയ വലിയ താരനിര തന്നെയാണ് എത്തിയത്. പക്ഷേ അന്നും ഇന്നും അതിൽ മറക്കാനാകാത്ത ഒന്നുകൂടിയുണ്ട്. CID മൂസ യാത്ര ചെയ്യുന്ന കാർ. ഡോഡ്ജ് കിങ്സ്വേ എന്ന കാറിലാണ് ഇവരുടെ യാത്ര. കാറിലെ ഓരോ സീനുകളും ഡയലോഗും ഒരുപാട് ചിരിപ്പിച്ച് തകർത്തതാണ്. മാത്രമല്ല, അന്ന് ആ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ആയുധ വിദ്യകളും വേറെ ലെവൽ തന്നെയായിരുന്നു. ഈ പറക്കും തളിക എന്ന സിനിമയിലും ഇതേപോലെ ഒരു വില്ലൻ എത്തുന്നുണ്ട്. അതായത് വില്ലൻ അല്ല കേട്ടോ,
സിനിമയിലെ കഥാപാത്രം തന്നെ. താമരാക്ഷൻ പിള്ള എന്ന ബസ്സാണിത്. താമരാക്ഷൻ പിള്ള എന്ന ബസ്സും ആരും മറക്കാനിടയില്ല. അതായത് കേരളത്തിൽ ഇത്രയും ഫാൻസ് ഉള്ള മറ്റൊരു ബസ് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. സഞ്ചരിക്കുന്ന തട്ടുകടയാക്കാൻ അവർ ആഗ്രഹിച്ച ബസ് അവരുടെ വീടുമായിരുന്നു. ഒരു ബസ്സിൽ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന പോലുള്ള സജ്ജീകരണം ഒരുക്കിയതൊക്കെ കൗതുകം തന്നെയായിരുന്നു. താമരാക്ഷൻ പിള്ള ബസ് ആദ്യ അവസാനം വരെ സിനിമയിൽ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ ലാൽ മന്ദം മന്ദം ഓടിച്ചു കൊണ്ടുപോകുന്ന വണ്ടിക്ക് ആസിഫ് അലി നൽകുന്ന പേരാണ് മന്ദാകിനി. ആ കാറും മലയാളികളുടെ ഹൃദയം കവർന്ന ഒന്നാണ്. ഓട്ടോ എത്ര കണ്ടാലും മതിവരാത്ത ചിത്രം. ഇതിൽ മോഹൻലാലിന്റെ സുന്ദരി ഓട്ടോ. എന്തായാലും ആരും അത്ര പെട്ടെന്നൊന്നും ആ ഓട്ടോയെ മറക്കാനിടയില്ല. ഒരുപക്ഷെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കഥ പറഞ്ഞ ഓട്ടോ കൊച്ചി രാജാവിലും മറ്റു കുറേ സിനിമകളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒന്നാണ്. സിനിമകളിലെ വില്ലന്മാരുടെ വാഹനങ്ങളും ചിലപ്പോഴൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. ജോണി വാക്കർ എന്ന ചിത്രത്തിലെ വില്ലൻ സ്വാമിയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത്. സിനിമ കണ്ടവർക്ക് കുരിച്ചുവെച്ച കറുത്ത നിറത്തിലെ കാർ ഇന്നും ചിലർക്കെങ്കിലും ഒരു പേടി സ്വപ്നം തന്നെയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.